എല്ലാവർക്കും വേ ടു വിൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT സിലബസ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ ലോക ഭക്ഷ്യദിനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമെന്ന് ഓർത്തുവെക്കുക. പിന്നീട് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തീയും ഭക്ഷണവും എന്ന ഭാഗത്തിൽ ആദിമ മനുഷ്യർ എങ്ങനെയാണ് തീ ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായിട്ടുള്ള മൃഗം എന്ന് പറയുന്നത് നായയാണ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാലും അവയെ വേട്ടയാടാനുമൊക്കെ ആയിട്ട് ആദ്യം മനുഷ്യർ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നെ ആദ്യകാല കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാഠഭാഗത്തിൽ ധാന്യപ്പുരയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്, അഥവാ ഹാരപ്പൻ സംസ്കാരം എന്നും ഇതറിയപ്പെട്ടിരുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നായിരുന്നു ധാന്യപ്പുര. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അഥവാ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഇനി പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നാണ്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നടന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി കൈമാറ്റ സമ്പ്രദായത്തെക്കുറിച്ച് പറയാം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതി ബാർട്ടർ സമ്പ്രദായം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സാധനങ്ങളുടെ കൈമാറ്റം അത് കച്ചവടത്തിലേക്കും, കച്ചവടം പിന്നീട് കച്ചവട കേന്ദ്രങ്ങളായി മാറി ആ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളായി രൂപപ്പെടുകയും ചെയ്തതായിട്ട് പറയുന്നു. അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായി പ്രധാനമായും കൈമാറ്റം നടന്നിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങി സുഗന്ധവ്യഞ്ജനങ്ങളാണ്. അതിൽ തന്നെ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളകായിരുന്നു. ഇന്ത്യയിലെ പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടിരുന്ന വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചിലവിൻ്റെ 60 ഇരട്ടി വില വരുന്ന ചരക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ മറ്റ് ദേശങ്ങളുമായിട്ടുള്ള കച്ചവടത്തിൻ്റെ ഫലമായിട്ട് ചില ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്കും എത്തുകയുണ്ടായി. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് എന്നിവയൊക്കെ അങ്ങനെ മറ്റു ദേശങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയവയാണ്. ഇനി പാഠഭാഗത്തിൽ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം എന്നൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതിൽ പേരയ്ക്കയുടെ തിരിച്ചറിയൽ കാർഡിൽ അതിൻ്റെ ജന്മദേശം മെക്സിക്കോ ആണെന്ന് പറയുന്നുണ്ട്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് അത് ഇന്ത്യയിൽ എത്തിച്ചത്. അതിൽ വൈറ്റമിൻ A, B, C തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് പഴങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഭക്ഷണവും അസമത്വവും എന്ന ടോപ്പിക്കാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. അതുപോലെ തന്നെ സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ തടസ്സമുണ്ടാക്കിയിരുന്നു. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിലാണ് മിശ്രഭോജനം നടത്തിയത് എന്നോർത്തു വയ്ക്കുക.
മിശ്രഭോജനത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. 1917 മെയ് 29-നാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. 1917 മെയ് 29-നാണ് മിശ്രഭോജനം നടത്തിയത്. സഹോദരൻ അയ്യപ്പൻ്റെ പേര് ഓർത്തുവെക്കുക. എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ചാണ് ഇത് സംഘടിപ്പിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാണെന്നുകൂടി പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. പാഠഭാഗത്തിൽ ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം അതാണ് ഇതിൽ ഓർത്തു വെക്കേണ്ടത്. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമെന്ന് ഓർത്തുവയ്ക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. അതുകൂടി ഓർത്തുവയ്ക്കുക. കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതാണ് നമ്മളുടെ റേഷൻ കട എന്ന് പറയുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 ബന്ധപ്പെട്ടിട്ട് ആ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നതാണ് പൊതുവിതരണ സംവിധാനമാണ് റേഷൻ കട. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത്. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത്. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ പെടുന്നതാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ടെക്സ്റ്റ് ബുക്കിൽ ചില ചെറുധാന്യങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. റാഗി, അതുപോലെ തന്നെ മണിച്ചോളം അഥവാ ജോവർ, ബാർലി, വരക്, ബജ്ര, തിന എന്നിവയുടെ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കി കളയുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം അവസാനിക്കുന്നത്. ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ പറയാം. തിണകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 5 തിണകളാണ് ഉണ്ടായിരുന്നത്. ഭൂപ്രകൃതിയുടെയും തൊഴിലിൻ്റെയും അടിസ്ഥാനത്തിലാണ് 5 തിണകൾ രൂപപ്പെട്ടത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയായിരുന്നു തിണകൾ. ഇനി ഓരോ തിണകളുടെയും ഭൂപ്രദേശം എങ്ങനെയാണെന്നും അവിടുത്തെ ഉപജീവന മാർഗം എങ്ങനെയായിരുന്നു എന്നും പറയാം. കുറിഞ്ചി പ്രദേശത്ത് കാടും മലയും നിറഞ്ഞ പ്രദേശമായിരുന്നു കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടലും വനവിഭവങ്ങളുടെ ശേഖരണവുമായിരുന്നു.
അടുത്തത് മുല്ലൈ എന്ന തിണയാണ്. അവിടുത്തെ ഭൂപ്രദേശം എന്ന് പറയുന്നത് പുൽമേടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. ഇനി അടുത്ത തിണ പാലയാണ്. പാലൈ ഒരു വരണ്ട പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല. കന്നുകാലി കവർച്ചയായിരുന്നു അവിടെ നടന്നിരുന്നത്. അടുത്ത പ്രദേശം എന്ന് പറയുന്നത് മരുതമാണ്. അവിടെ മരുതം എന്ന് പറയുന്നത് ചതുപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു, അഥവാ വയൽ പ്രദേശമായിരുന്നു. അവിടെ പ്രധാനമായിട്ടും കൃഷിയാണ് നടന്നിരുന്നത്. അടുത്തത് നെയ്തലാണ്. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. തീരപ്രദേശത്ത് മീൻ പിടിക്കലും അതുപോലെ തന്നെ ഉപ്പുണ്ടാക്കലുമാണ് പ്രധാന ഉപജീവന മാർഗമെന്ന് പറയുന്നത്. അടുത്തതായി കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുരുമുളകിനെ കുറിച്ച് പറയുന്നത് നോക്കാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക് എന്ന് പറയുന്നത്. കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. ഓർത്തു വയ്ക്കുക, കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. അതുപോലെ തന്നെ അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് എന്ന് പറയുന്നത്. അടുത്ത സുഗന്ധവ്യഞ്ജനം കറുവപ്പട്ടയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത്. അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഏലമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളകാണെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം ആയിട്ട് അറിയപ്പെടുന്നത്. അടുത്തതായി ജാതിക്കയെ പറ്റിയിട്ടാണ് പറയുന്നത്. വളരെ ഔഷധ ഗുണമുള്ള ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക എന്ന് പറയുന്നത്. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നുണ്ട്. അടുത്ത സുഗന്ധവ്യഞ്ജനം ഗ്രാമ്പുവാണ്. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു. 1ാമത്തേതായിട്ട് പറഞ്ഞത് കുരുമുളകാണ്. 2ാമത്തെ അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. അടുത്ത സുഗന്ധവ്യഞ്ജനം ഇഞ്ചിയാണ്. ഇഞ്ചി ഔഷധമായിട്ടും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇനി പറയുന്നത് യൂറോപ്യന്മാരുടെ വരവോടുകൂടി ഇന്ത്യയിലേക്ക് എത്തിയ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ടാണ്. 1ാമത്തേതായിട്ട് കശുവണ്ടി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നതാണ് കശുവണ്ടി എന്ന് പറയുന്നത്. ബ്രസീലാണ് ഈ കശുവണ്ടിയുടെ ജന്മദേശം. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ ഈ കശുവണ്ടി അതിലധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷിയുള്ളത് കണ്ണൂരിലും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലത്തുമാണ്. അടുത്തത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് പെറു ആണ്. അടുത്തത് മരച്ചീനിയാണ്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി അഥവാ കപ്പ എന്നറിയപ്പെടുന്നത്. ഈ മരച്ചീനി കേരളത്തിൽ പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധകാലത്തുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചതും മരച്ചീനിയാണെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് എന്നുകൂടി പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അടുത്തത് പപ്പായയാണ്. അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശമായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് കൈതച്ചക്കയാണ്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫലമാണ് കൈതച്ചക്ക. ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശമായിട്ട് അറിയപ്പെടുന്നത്.